കൊക്കും പൂഞ്ചിറകുമൊക്കും കാട്ടുകിളി കക്കുന്നെന്തിനുള്ളം. എല്ലാവരും ജഗദീഷ് എന്ന് ചേട്ടനെ വിളിക്കണം. ആ ഒരു വ്യക്തിയായിട്ട് ചേട്ടനെ കാണുന്നു, പക്ഷെ ചേട്ടൻ വേറൊരു വ്യക്തിയാണ്. എല്ലാവരും സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. പാട്ട് പാടുന്നതന്നെ നമുക്ക് നമ്മുടെ മനസ്സിനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു ഇതാണ്. സത്യം ശിവം സുന്ദരം സുന്ദരം. അമ്മ ചെറുപ്പത്തിലെ മരിച്ചു, കുഞ്ഞ് നല്ല 5 വയസ്സോളം പോയി. ഞാൻ ഒറ്റയ്ക്ക് കേൾക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ പാട്ടിങ്ങനെ കേട്ട് ആസ്വദിക്കാറുണ്ടേ, അങ്ങനെ ഒറ്റയ്ക്കിരുന്ന് പാടും. ഇപ്പോൾ ചേട്ടനിപ്പോൾ അമ്മയില്ലാത്തതിൻ്റെ ഒരു ഫീലിംഗ് ചേട്ടന് ഉണ്ടല്ലോ? ഇപ്പം ഇല്ല. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഭാര്യയാണെല്ലാം. അപ്പോൾ ഒരമ്മ തന്നെയാണ് ഒരു ഭാര്യ, ഒരു മോളാണ് ഭാര്യ. ചേച്ചിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു, മായ ചേച്ചിക്ക് വേണ്ടിയിട്ട്. വൈശാഖ സന്ധി നിൻ ചുണ്ടിലെന്തി അരുമ സഹിതനദരകാന്തിയോ. ഇന്നത്തെ നമ്മുടെ അതിഥി മലയാള സിനിമയിൽ നിറസാന്നിധ്യം, ഗായകനായും അവതാരകനായും പ്രൊഫസറായും പിന്നെ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച നമ്മുടെ സ്വന്തം ജഗദീഷ് ചേട്ടനാണ്. ജഗദീഷ് ചേട്ടാ വെൽക്കം. പക്ഷെ നിങ്ങൾക്ക് തെറ്റി, ഇത് നിങ്ങൾ ഉദ്ദേശിച്ച ജഗദീഷ് ചേട്ടനല്ല, ഇത് ചേരാനല്ലൂരിൻ്റെ സ്വന്തം ജഗദീഷ് ചേട്ടനാണ്. ചേട്ടാ വെൽക്കം ടു ദി ഷോ. ശരിക്കും സത്യം പറഞ്ഞാൽ ഞങ്ങൾ വഴിയിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നൊരു ചേട്ടനാണ്. കാരണം ചായ കുടിക്കാൻ പോയപ്പോഴാണ് ചേട്ടനെ ഞങ്ങൾ ആദ്യം നോട്ടീസ് ചെയ്തത്. കാരണം നമ്മുടെ ജഗദീഷ് ചേട്ടൻ്റെ ഒരു സൈഡ് കട്ട്, പിന്നെ അന്വേഷിച്ചപ്പോഴാണ് ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ് ജഗദീഷ് ചേട്ടൻ, ജഗദീഷ് എന്ന പേര്. അതിനെ പറ്റിയിട്ട് എന്താ ചേട്ടന് പറയാനുള്ളത്? ഞാൻ പള്ളി സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും, പള്ളി സ്കൂളിൽ നിന്ന് ജയിച്ച് അൽഫർക്കയിലോട്ട് പോകുമ്പോഴത്തേക്കും കുറേ പിള്ളേർ പുറകിൽ വന്നു, ഇതേ ജഗദീഷ് ചേട്ടൻ മഞ്ഞ്, ഇതേ ജഗദീഷ് ചേട്ടൻ മഞ്ഞ്. അപ്പോൾ അവർക്കറിയില്ല, ഈ എല്ലാവരും വിചാരിച്ച് സിനിമാ നടൻ ജഗദീഷാണ്. ഞാൻ സ്കൂളിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ കുറച്ച് പിള്ളേർ ചുറ്റും കൂടി ആ പേര് ജഗദീഷ് എന്നുള്ളത്. അപ്പം അതെ, ചേട്ടനെ തന്നെ സ്വയം കണ്ണാടി നോക്കുമ്പോൾ ഒരു കൗതുകല്ലേ, എൻ്റെ മുഖം ജഗദീഷ് ചേട്ടനെ പോലെയാണ്, എൻ്റെ പേരും അത് തന്നെയാണ്. ചെറുതായിട്ട് എന്താ തോന്നാറ് ഇപ്പോൾ? മറ്റുള്ളവരെ പോലെ ജഗദീഷ് ഈ ബലം പിടിച്ചുള്ള ഒരു ഇതൊന്നുമില്ലല്ലോ, എപ്പോഴും ഒരു ഹാസ്യം. അതുപോലെ ഇപ്പം ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ്. വലിയ ഇതായിട്ടൊന്നും സംസാരിക്കുകയുമില്ല. ഇതിലിപ്പോൾ ഇതിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചമ്മൽ പോലെയൊക്കെ ചിലപ്പോൾ നിന്ന് പോകും. കോമഡിയൊക്കെ പറയാം? കോമഡി പറയാറില്ല. പൊതുവെ എങ്ങനെയാണ്, ഭയങ്കര സീരിയസ് സ്വഭാവമാണോ അതോ ഭയങ്കര ശാന്ത സ്വഭാവമാണോ? ശാന്ത സ്വഭാവം. ശാന്തതമാണ്. വീട്ടിലും വീട്ടിലും. ചേട്ടൻ്റെ ഫാമിലിയെ പറ്റിയിട്ടൊന്ന് പറയോ? എൻ്റെ ഫാമിലി, എൻ്റെ ഭാര്യയുടെ പേര് മായ. മായ. ടിങ്സാണ് 2 മക്കൾ. അഖിൽ, അനന്തു. അഖിലാണ് കോതാട് പഠിക്കണം, +2. അവർ എന്നെ പോലെ തന്നെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ചേട്ടൻ ശരിക്കും എന്താ ചെയ്യുന്നത് ജോലി? പെയിൻറ്റിങ് ആണ്. FACയിൽ വർക്ക് ചെയ്യണം, കോൺട്രാക്റ്റ് വർക്കാണ്. സ്ഥിരം ഉണ്ടാവില്ല, ഇടയ്ക്ക് മുടക്കുണ്ടാവും, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. ചെറുപ്പത്തിലും ഒരുപാട് സിനിമ കാണാൻ പോയിട്ടൊക്കെ ഉണ്ടാവില്ലേ? പോയിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്തെ സിനിമകളും ഇന്നത്തെ കാലത്തെ സിനിമകളും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്, ആസ്വാദന രീതിയിൽ വ്യത്യാസമുണ്ട്. വ്യത്യാസമുണ്ട്. അപ്പോൾ ചേട്ടൻ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ചേട്ടൻ എങ്ങനെയാണ് അത് വിലയിരുത്തുന്നത്? പഴയ സിനിമ തന്നെയാണ് നല്ലത്. എന്തുകൊണ്ടാണ്? കാരണം ഇപ്പോഴത്തെ സിനിമയെന്ന് പറഞ്ഞാൽ എല്ലാ സിനിമയിലും സ്റ്റണ്ടും അതും ഇതൊക്കെയാണല്ലോ. പഴയ സിനിമയിലെന്ന് പറഞ്ഞാൽ കുറേ പാട്ടിലും ഇതിലൊക്കെയാണ് കഥകൾ തന്നെ പോണത്. ഇപ്പോൾ തുടക്കം ഇടി തുടങ്ങിയ അവസാനം വരെ ഇടിയാണ്. അപ്പോൾ സ്റ്റണ്ട് പടങ്ങൾ തീരെ അങ്ങ് എൻകറേജ് ചെയ്യുന്നില്ല ചേട്ടൻ? ഇല്ല ഇല്ല, ഭയങ്കര കോമഡി പടങ്ങൾ, കുടുംബ, പിന്നെ സങ്കട, അതായത് അങ്ങനെയുള്ള സിനിമയൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ ജഗദീഷ് ചേട്ടൻ്റെ സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. ഏത് സിനിമയാണ് കൂടുതൽ ഇഷ്ടം? വന്ദനം. വന്ദനം ഇപ്പം നേരി കണ്ട് കഴിഞ്ഞ ദിവസം. ഇഷ്ടപ്പെട്ടു? ഇഷ്ടപ്പെട്ടു. ജഗദീഷ് ചേട്ടനെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ? കാണണമെന്ന് ആഗ്രഹമുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചോദിക്കും? ഇന്നൊന്ന് ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിക്കും. ഇപ്പോൾ ഭാര്യയോടും മക്കളോടൊക്കെ ഇപ്പോൾ ഇവിടെ ഇൻ്റർവ്യൂവിന് വരുമെന്ന് പറഞ്ഞപ്പോൾ ഫസ്റ്റ് ടൈം അല്ലേ ചേട്ടാ ഈ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്നത്? അപ്പോൾ വീട്ടുകാരൊക്കെ എന്താ പറഞ്ഞ്? ചേട്ടന് പേടിയില്ലേ എന്നൊക്കെ ചോദിച്ചു. എന്തിനാ പേടിക്കണ, വെറുതെ പോയി നിൽക്കുക. എന്നാൽ അവർക്കൊരു സന്തോഷം വന്നു, ഇങ്ങനെ കുറച്ച് പേരെന്നെ അറിയപ്പെടുന്നു, വിളിച്ചല്ല എന്നുള്ളൊരു ഇതാണ്. ഞാൻ പറഞ്ഞ് ഒരു പാട്ടെങ്കിലും പോയി പാടാം. സ്കൂളിലും കോളേജിലൊക്കെ പാട്ട് പാടിയിട്ടുണ്ടോ? കോളേജിൽ പോയിട്ടില്ല, 10ാം ക്ലാസ് വരുന്നു. എന്നാലും സ്കൂൾ ടൈമിലൊക്കെ
പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. പാട്ടും. സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. സമ്മാനങ്ങൾ ഈ അസോസിയേഷൻ്റെ പരിപാടിക്കൊക്കെ കിട്ടിയിട്ടുണ്ട്, അല്ലാണ്ട് വലിയതിലും. എന്നാൽ ഇപ്പം ഞങ്ങളൊരു പാട്ട് പാടാൻ അവസരം തന്നിരിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട്. ഒരു ഹിന്ദി ഗാനം തന്നെ ആയിക്കോട്ടെ. ജഗദീഷ് ചേട്ടാ എപ്പോഴും ഹിന്ദി ഗാനം തന്നെ. ശിവൻ സുന്ദരം എന്ന സിനിമയിലെ ആ. ഈശ്വര സത്യ सत्य ही शिव है, शिव ही सुंदर है, जागोत कर देखो जीवन जो तुझा कर में, सत्यं शिवं सुंदरं सुंदरं, सत्यं शिवं सुंदरं, ईश्वर सत्य है, सत्य ही शिव है, शिव ही सुंदर है, सत्यं शिवं सुंदरं सुंदरं, सत्यं शिवं सुंदरं, रामवत में काशी में शिव गाना वृंदावन में, दया करो प्रभु देखो उनको, दया करो प्रभु देखो उनको, सब दड़िए की नादा का, राधा मोहम शरणम, सत्यं शिवं सुंदरं सुंदरं, सत्यं शिवं सुंदरं, एक सूर्य है, एक सूर्य है, एक मन है, दया करो देखो इनको, दया करो प्रभु देखो इनको, सब दड़िए की नादा का, राधा मोहम शरणम, सत्यं शिवं सुंदरं सुंदरं, सत्यं शिवं സുന്ദരം. അടിപൊളി. ചെറിയ ഇതൊക്കെ ഉണ്ടാവട്ടെ. അയ്യോ അടിപൊളിയായിട്ട് പാടി. ചേട്ടൻ കുറച്ചേ പാടുള്ളൂ എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല, പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയിട്ടുണ്ട്. ഒരു മലയാളം പാട്ടും കൂടി ഞങ്ങൾക്ക് വേണ്ടി. മറന്നു പൂമകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ, മാവിൻ നാട്ടുമാവിൻ നമ്മളൂഞ്ഞാൽ പാട്ടെറിഞ്ഞു, പാടും പാട്ടിലേതോ കൂട്ടുകാരായി നാം അലഞ്ഞു, തൊടിയിലെ തുമ്പയെ കൊതിക്കുന്ന തുമ്പിയെ പിടിക്കുന്ന കൗതുകമാ, അന്നും നിന്നെ തൊട്ടയില്ല ഞാൻ, മറന്നു പൂമകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ, രാവിൻ പൂനിലാവിൻ പീലി നീർത്തും പുല്ലുപായിൽ, രാവിൻ പൂനിലാവിൻ പീലി നീർത്തും പുല്ലുപായിൽ, മനസ്സിലെ താളത്തിൽ ഒരു നുള്ളു കർപ്പൂരം തിളയ്ക്കുന്ന തീക്കുടുമ്പേ, തൊട്ടയില്ല ഞാൻ, മറന്നു പൂമകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ. അതിഗംഭീരമായിട്ട് പാടി. സത്യം പറഞ്ഞ വാക്കുകളില്ല പറയും.
അത്രേ ഉള്ളൂ. ഇപ്പോൾ ചേട്ടാ, ഇപ്പോൾ ചേട്ടൻ്റെ ഇൻ്റർവ്യൂ കാണാൻ ഇവിടെ സത്യമായിട്ടും കുറേ പേര് കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ചായക്കടയിൽ നിന്നൊക്കെ കണ്ട് പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ചായക്കടയിലുള്ള ചേട്ടൻ്റെ കുറേ കൂട്ടുകാർ ഈ ഇൻ്റർവ്യൂ കാണാൻ കാത്തിരിക്കുന്നുണ്ട്. ഇപ്പം നാളെ ഇപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ റോട്ടിൽ കൂടെ ഇറങ്ങി ചെല്ലുമ്പോൾ കൂട്ടുകാരൊക്കെ പറയില്ലേ, ദേ ജഗദീശൻ പോകുന്നു, ദേ നിൻ്റെ ഇൻ്റർവ്യൂ കണ്ട് അടിപൊളിയായിരുന്നു. അപ്പം ആ സമയമൊക്കെ ആകുമ്പോൾ എന്താ ചേട്ടന് ഫീൽ ചെയ്യുക? ഒരു സമ്മാനം പോലെ കാണും. ആണോ? ആദ്യമായിട്ടാണോ ക്യാമറയെ ഫേസ് ചെയ്യുന്നത്? ആദ്യമായിട്ട്. അത് നമ്മുടെ ഈ മീഡിയയിലാണ്. അപ്പോൾ ആദ്യമായിട്ട് ക്യാമറ ഫേസ് ചെയ്തപ്പോൾ എന്താ തോന്നി? ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഈ ലൈറ്റും ഈ ക്യാമറയൊക്കെ, നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. അത്രേ ഉള്ളൂ. ഇപ്പം ഞങ്ങൾ ഫസ്റ്റ് ഇൻ്റർവ്യൂവിന് വിളിച്ചില്ലേ, ചേട്ടാ ഇൻ്റർവ്യൂവിന് വരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താ തോന്നി? വരണോ വേണ്ടയോ? ആ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉള്ളിൽ കിടക്കുമല്ലോ. അപ്പോൾ എന്താ തോന്നി ഫസ്റ്റ്? പോയിട്ട് ഒരു പാട്ടെങ്കിലും പാടാല വിചാരിച്ചു. പാട്ട് പാടുന്നതാണ് ഏറ്റവും വലിയ ആഗ്രഹം. ഏറ്റവും വലിയ ആഗ്രഹം. വലിയ ഗായകനായിരുന്നു ആവാൻ ആഗ്രഹം ഉണ്ടായിരുന്നു? അപ്പോൾ വലിയ ഗായകനല്ലെങ്കിലും നമ്മൾക്ക് എവിടെയെങ്കിലുമൊക്കെ സ്റ്റേജിൽ പാടണം എന്നുള്ളൊരാഗ്രഹം. പാട്ട് പാടുന്നതന്നെ നമുക്ക് നമ്മുടെ മനസ്സിനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു ഇതാണ്. കാരണം വേറെ ഇതിലൊന്നും പോകില്ല. ഇപ്പോൾ ചേട്ടൻ പെയിന്റ് പണിയല്ലേ ചെയ്യുന്നത്? അപ്പോൾ ജോലിക്ക് പോകുമ്പോൾ ഒക്കെ ഈ പെയിന്റ് അടിച്ചിട്ടാണോ പാട്ടൊക്കെ പാടുന്നത്? അതെ, ഞാൻ FACയിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ചിലപ്പോൾ ടാങ്കിൻ്റെ മുകളിലൊക്കെ ആയിരിക്കും. സേഫ്റ്റി ബെൽറ്റൊക്കെ ഇട്ടാണ് കൊളുത്തി ചെയ്യണം. അപ്പോൾ പേടിയില്ലാണ്ടിരിക്കാൻ വേണ്ടി പാടുകയും ചെയ്യും, പെയിൻ്റ് അടിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് പെയിൻ്റ് അടിക്കണത് തന്നെ അറിയില്ല. പാട്ട് പാടുകയാണെങ്കിലും നമ്മളെവിടെ നിൽക്കണമെന്നുള്ള ഒരു ഇതിലൊക്കെയാണ് പെയിൻ്റ് അടിച്ച് ഇങ്ങനെ പോകുന്നത്. നല്ല ടെൻഷനല്ലേ ഇത്രയും ഹൈറ്റിലൊക്കെ കയറിയിട്ട്? ഇല്ല, ടെൻഷൻ ഇപ്പം ഇല്ല. എന്താണെന്ന് വെച്ചാൽ ഈ കയറി നമുക്ക് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ അതൊന്നുമല്ല. ഒരു തയ്യൽ പോലും കയറാൻ അറിയാൻ പാടില്ലാത്ത ഞാനാണ്. അപ്പം അങ്ങനെ ഓട്ടോമാറ്റിക്കലായിട്ട് ഇങ്ങനെ, അതിപ്പോൾ എന്ത് കാര്യം അങ്ങനെയാണ്. ഞാൻ ആദ്യം ഡ്രൈവിങ്ങിന് പോയപ്പോൾ ഞാൻ പഠിക്കുമെന്നോ ഉണ്ടായില്ല. അപ്പോൾ ഇപ്പോൾ പെയിന്റ് ഒക്കെ ചെയ്യുമ്പോൾ ചേട്ടൻ പാട്ട് പാടില്ലേ? അപ്പോൾ കൂട്ടുകാരൊക്കെ അപ്പുറത്തും കുറേ പേര് പെയിന്റ് അടിക്കണ്ടല്ലോ, അപ്പോൾ അവരും ഏറ്റുപാടാറുണ്ട്? അവർ പറയും, നീ തന്നെ എൻ്റെ അടുത്ത് നമുക്ക് പാട്ടും കേൾക്കാം, പെയിൻറ്റും അടിക്കാമെന്ന് പറയും. ഈ പാട്ട് അപ്പോൾ സമയം പോണതോ അറിയില്ല. അപ്പോൾ വീട്ടിലൊക്കെ ചേച്ചിക്ക് മക്കൾക്കൊക്കെ പാട്ട് പാടി കൊടുക്കാറുണ്ട്? ഇഷ്ടമാണ്. ഞാൻ രാത്രിയൊക്കെ ചിലപ്പോൾ മോള് പാടും. ചേട്ടൻ്റെ പാട്ട് കേട്ടിട്ടാണോ അവരൊക്കെ കിടന്നുറങ്ങുന്നത്? ഇല്ല, എല്ലാ ദിവസവും ഇല്ല കേട്ടോ, വല്ലപ്പോഴും. പിന്നെ എന്തൊക്കെയാണ് വീട്ടിലെ വിശേഷങ്ങൾ? എന്തൊക്കെയാണ്? തെറ്റില്ലാത്ത രീതിയിൽ അങ്ങനെ പോണ്. പിന്നെ അച്ഛൻ ഉണ്ട്, അമ്മ ചെറുപ്പത്തിലേ മരിച്ചു, കുഞ്ഞുനാളിൽ 5 വയസ്സുള്ളപ്പോൾ മരിച്ചു. അപ്പോൾ ഈ അത് കഴിഞ്ഞ പിന്നെയാണ് ഞാൻ ഒറ്റയ്ക്ക് കേൾക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ പാട്ടിങ്ങനെ കേട്ട് ആസ്വദിക്കാറുണ്ടായി. അങ്ങനെ ഒറ്റയ്ക്കിരുന്ന് പാടും. ആദ്യമൊക്കെ അമ്മേനെ ഓർമ്മ ഉണ്ടായിരുന്നു ആ ഒരു ഇതിൽ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയുടെ ആ ഓർമ്മയൊക്കെ പോയി. അങ്ങനെ ചെറുപ്പമാണല്ലോ, പിന്നെ അമ്മയുടെ ആ ഒരു ഇതില്ല. എന്നാലും അമ്മനെ എപ്പോഴും ഞാൻ ഓർക്കും. എന്നാലും ചെറിയൊരു രൂപം ഉള്ള പോലെ, ഇനി അത് തന്നെയാണെന്ന് സംശയം പോലെയൊക്കെ തോന്നും. കാരണം ഇത്രയും കൊല്ലങ്ങളായല്ലോ. ഇപ്പോൾ ചേട്ടനിപ്പോൾ അമ്മയില്ലാതെ ഒരു ഫീലിംഗ് ചേട്ടന് ഉണ്ടല്ലോ? ഇപ്പം ഇല്ല. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഭാര്യ വന്ന പിന്നെ എനിക്ക് ആ ഫീലിംഗ് ഇല്ല. കാരണം എൻ്റെ ഭാര്യയാണെല്ലാം. അതെ, ഇപ്പം ഒരമ്മ തന്നെയാണ് ഒരു ഭാര്യ, ഒരു മോളാണ് ഭാര്യ. ആ ഒരു ഫീലിംഗ് ഒന്നുമില്ല. ഇത്രയൊക്കെ പറയുമ്പോൾ ചേട്ടൻ നല്ലൊരു ഭർത്താവും കൂടിയാണ്. ലൈഫിൽ എത്രത്തോളം ഹാപ്പിയാണ് ചേട്ടൻ? ലൈഫിൽ ഇപ്പം നല്ല ഹാപ്പിയാണ്. കാരണം ഇപ്പോൾ ഇടയ്ക്ക് ടൂർ പോകുന്നുണ്ട്. ആ ചെറുപ്പകാലത്തിലൊക്കെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ വലിയ കുഴപ്പമില്ല. ഇപ്പോൾ എല്ലാ കൊല്ലവും ടൂർ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് പോകും. സാമ്പത്തികം വലിയ ഇതില്ലാത്ത രീതിയിലൊക്കെ പോകണം. പിള്ളേരൊക്കെ വലുതായല്ല, നല്ല കുടുംബമായിട്ട് അങ്ങനെ പോകണം. കുടുംബം സന്തോഷം. സന്തോഷം. ഇപ്പോൾ ചേട്ടന് ചെറുപ്പത്തിൽ കുറേ മറക്കാനാകാത്ത ഓർമ്മകളൊക്കെ ഉണ്ടായില്ല? ഇപ്പോൾ കൂട്ടുകാരുടെ കൂടെ അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ ആണെങ്കിലും കുറേ മെമ്മറീസ് ഉണ്ടാവും. അതിൽ ചേട്ടൻ അത്രയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഓർമ്മ അതെന്തായിരിക്കും? മറക്കാൻ പറ്റാത്ത ഓർമ്മയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പണ്ട് പുഴയിൽ പോയിരുന്നു. ഈ പുഴയിൽ പോകുന്ന സമയത്ത് നീന്താനായിട്ട് എനിക്ക് എൻ്റെ കൂട്ടുകാരനും അറിയാം. വേറൊരുത്തൻ വന്നിട്ടുണ്ടായിരുന്നു അന്ന്. നീന്താൻ നേരത്ത് ഇവൻ പറഞ്ഞ് ട്രെയിൽ കാണിച്ചു, സൈഡിൽ നിന്ന് ട്രെയിൽ കാണിച്ചിട്ട് പറഞ്ഞു ഞാൻ നീന്തും എന്നൊക്കെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നീന്താനും അറിയാൻ പാടില്ല, ഒന്നും അറിയാൻ പാടില്ല.
അപ്പോൾ ഫ്രണ്ടിൽ നിൽക്കണവൻ വേഗം ഒഴുക്ക് കൂടിയപ്പോഴത്തേക്ക് ഇവൻ വേഗം കരപ്പയിലോട്ട് കയറി. ഇവൻ എന്നെ മുക്കാൻ തുടങ്ങി. അപ്പം എനിക്ക് നീന്താൻ അറിയാമെങ്കിലും ഇവൻ എൻ്റെ മേത്ത് കയറി പിടിച്ച് മുക്കിയാണ്. ഞാൻ ലാസ്റ്റ് കാല് താഴ്ത്തി നിന്ന്, എനിക്കറിയാമല്ലോ നീന്താൻ ചെയ്യാൻ ഇത്തിരി താന്നാലും നമുക്ക് എങ്ങനെ താന്നിട്ട് ഇവനെ പൊക്കി അങ്ങനെ ഇടും. ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും വെള്ളം കുടിക്കാൻ തുടങ്ങി. കാരണം ഇവൻ എന്നെ ഇട്ട് ഇതാക്കിയല്ല, എനിക്കും ആകെ ടെൻഷനായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് നീന്താൻ അറിയാവുന്നവരാണെങ്കിലും പറ്റൂല. അങ്ങനെ ഒരു കണക്കിന് ഈ തലടായ ഒരു ഇതായപ്പോഴത്തേക്കും ഞാൻ നിൽക്കണില്ല. ലാസ്റ്റ് 2 കൈ കൊണ്ട് പിടിച്ച് നിർത്തിയിട്ട് അവൻ നിൽക്കണില്ല. പിന്നെ ഞാൻ മുങ്ങിയിട്ട് ഒരൊറ്റ പോക്ക് അങ്ങോട്ട് നോക്കി. പിന്നെ അവന് മനസ്സിലായി. പിന്നെ അവൻ നിന്നപ്പോഴത്തേക്കും ഇവനാകെ വെപ്രാളവും. പിന്നെ പയ്യെ പിടിച്ച് മുകളിലാക്കി ഇതെല്ലാം കഴിഞ്ഞ് ഇവനൊക്കെ എടുത്തി കഴിഞ്ഞപ്പോൾ ഇവൻ പറയണേ വെള്ളം കുടിച്ച് ദാഹം മാറിയെന്ന്. എനിക്ക് വന്ന ദേഷ്യം ഉണ്ടല്ലോ ഒന്നും പറയണ്ട. മറ്റവനുണ്ടല്ലോ കൂടെ ഉള്ളവൻ, അവൻ ഈ ഇരുന്ന് ചിരിക്കുകയാണ്. ഇവിടെ ബാക്കിയുള്ളവർ ടെൻഷൻ അടിച്ചിട്ടും എന്ത് പറയണമെന്ന് സരിഗമ പറയണമെന്നൊക്കെ തോന്നിയാണ് ആ സമയത്ത്. ഇപ്പോഴും ആ കൂട്ടുകാരെ കാണാറുണ്ടോ? തൊട്ടടുത്ത് തന്നെ. അപ്പം നല്ല കൂട്ടുകാർ, ഇപ്പം ചീത്ത കൂട്ടുകാർ അങ്ങനെയില്ല. അതൊക്കെ ഓരോരുത്തരുടെ സാഹചര്യമാണല്ലോ. നല്ല കൂട്ടുകാരുണ്ടാവും, ചീത്ത കൂട്ടുകാരുണ്ടാവും. അതൊക്കെ ഓരോരുത്തരുടെ സാഹചര്യം വെച്ച് തന്നെയാണ്. എന്ന് പറഞ്ഞ് നല്ല കൂട്ടുകാർ എന്ന് പറയാൻ പറ്റില്ല. സാഹചര്യം അനുസരിച്ച് ചിലപ്പോൾ നല്ല കൂട്ടുകാർ ചീത്തയാണ്. വിദ്യാഭ്യാസമുള്ളവർ തന്നെ ഇപ്പം എന്തോരം ഓരോ പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെ. നല്ലതും ചീത്തയെന്നും പറയാൻ പറ്റില്ല. കാരണം അവരുടെ സാഹചര്യമാണല്ലോ. നമുക്ക് നമ്മളെ ഒരാപത്ത് കാലത്ത് സഹായിക്കാൻ പറ്റുന്ന ആരാണോ അവരാണ് നമ്മുടെ യഥാർത്ഥ കൂട്ടുകാർ. 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ആ ഒരു സമയത്തൊക്കെ എന്തെങ്കിലും കുരുത്തക്കേടോ അല്ലെങ്കിൽ എന്തെങ്കിലും ടീച്ചറുടെ വായനൊക്കെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? 7ാം ക്ലാസ്സിലെന്ന് പറഞ്ഞാൽ പള്ളി സ്കൂളിലാണ് പഠിച്ചത്. അവിടെയെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റാണ്. കാരണം പഠിച്ചു തന്നില്ലെങ്കിൽ പഠിക്കാറില്ല. ഒരു കണക്കിനാണ് 7ാം ക്ലാസ്സിൽ. പിന്നെ 8ാം ക്ലാസ് അൽഫറിക്കായിരുന്നു. അൽഫറിക്ക ശരിക്കും പറഞ്ഞ ഒരു കോളേജാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പഠിച്ച് ചെന്നില്ലെങ്കിലും അക്ഷരങ്ങൾ അറിഞ്ഞിരിക്കണം, എന്നാലേ ജയിപ്പിച്ച് വിടുകയുള്ളൂ. അൽഫറിക്കയിൽ അക്ഷരങ്ങൾ പോലും അറിയാൻ പാടില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ മലയാളം പോലും അറിയാൻ പാടില്ല ഒരു 8ാം ക്ലാസ്സിലൊരു പയ്യന്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ഈ അതിശയിച്ചു. അപ്പോൾ ഞാൻ ഹിന്ദി പദ്യമൊക്കെ ചൊല്ലും. അപ്പോൾ ഹിന്ദി പദ്യം ചൊല്ലാൻ നേരത്ത് ഈ പാടാൻ പറ്റില്ല, ചൊല്ലാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ബാക്കിലിരിക്കണം അവർ ചൊല്ലാൻ പാടില്ലെന്ന്. ബാക്കിലെല്ലാവരും ഇത്തിരി പിന്നെ കുറവായിരിക്കുമല്ലോ. അപ്പം അതുകൊണ്ട് ചൊല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരി ഇരുന്നു. പിന്നെ അൽഫറിക്കയിലെ ടീച്ചർമാരൊക്കെ നല്ല സ്നേഹമുള്ളവരാണ്. ടീച്ചർമാരെന്ന് പറഞ്ഞാൽ അതുപോലെ ഒരു അമ്മനെ പോലെ പെരുമാറുന്നവരാണ്. എന്നാൽ പള്ളി സ്കൂളിൽ ഇല്ലയെന്നല്ല, പള്ളി സ്കൂളിൽ നമുക്ക് ആ ഒരു ഇത് കിട്ടൂല. കാരണം പഠിക്കണം. കാരണം അതുകൊണ്ട് നമുക്ക് ഇത്തിരിയെങ്കിലും മലയാളമാണെങ്കിലും ഹിന്ദി എഴുതാനും ഇതൊക്കെ അറിയാം. പക്ഷേ ഇംഗ്ലീഷിന് മാത്രം ഒരു ഇത്തിരി ഇത് നല്ല അതിൻ്റെ അർത്ഥങ്ങൾ പറയില്ല. ഈ ഹിന്ദി വായിക്കും എഴുതും. ഈ അൽഫറിക്ക ചെന്നപ്പോഴാണ് ഈ ടീച്ചർമാർ കാരണം കുറവാണ് വന്നത്. ഒരു പീരീഡിലും കിട്ടുന്ന ടൈമിനൊക്കെ ഇരുന്ന് പാട്ടും കൂത്തുമൊക്കെയാണ് കൂട്ടുകാരുടെ കൂടെ. അങ്ങനെ നല്ലൊരു ഇത് കിട്ടി. ഓക്കെ. ഇപ്പോൾ ചേട്ടൻ്റെ മാരേജ് ലവ് മാരേജ് വല്ലതായിരുന്നോ? അല്ല അല്ല അല്ല, അറേഞ്ച്ഡ് മാരേജ്. പ്രതീക്ഷിക്കാതെ. അതായത് 2-3 പോയി കണ്ട്. അപ്പോൾ ഇതും ഇനി പോകണ്ടെന്നും പറഞ്ഞാൽ അങ്ങനെ ഒരു ആഗസ്റ്റ് 15 പോയി കണ്ട് പെട്ടെന്ന് ഇഷ്ടപ്പെട്ട് പരിപാടി. അങ്ങനെ ഇപ്പോൾ ചേട്ടന് ഇന്ന പെൺകുട്ടി വേണം, ഇപ്പോൾ സാധാരണ ആമ്പിളർക്ക് എത്ര മുടി വേണം അല്ലെങ്കിൽ ഇത്ര കളർ വേണം ഇങ്ങനെ വേണമെന്ന് ആഗ്രഹിക്കാം നമുക്ക്. പക്ഷേ ഇത് നല്ലൊരു ബന്ധുവിട്ട് കിട്ടി, നല്ലൊരു കുടുംബമായി, നല്ലൊരു പെൺകുട്ടിനെ കിട്ടി, നല്ലൊരു ജീവിതമായി. ഇപ്പം നമുക്ക് കുറേ ആഗ്രഹങ്ങളുണ്ടാവും, പക്ഷെ നമ്മൾ ആഗ്രഹിച്ച സമയത്ത് ആ സംഭവം കിട്ടൂല. അതെ, നമുക്ക് ചിലപ്പോൾ ദൈവം ആ സംഭവം കൊടുത്തു തരുന്നതൊക്കെ ഏതെങ്കിലും കാലത്തായിരിക്കും, പക്ഷെ അത് നമുക്ക് കിട്ടാതിരിക്കില്ല എന്തായാലും. അതെ, നമുക്കിപ്പോൾ എനിക്ക് തന്നെ സ്റ്റാൻഡ് കിട്ടിയത് ഭാര്യ വന്നേ പിന്നെയാണ് നമുക്കൊരു എന്ത് കാര്യം നമ്മൾക്ക് ഇത് ചെയ്യാനും. കാരണം പ്രത്യേകിച്ച് അമ്മയില്ലാത്ത മകനായതുകൊണ്ട് ഒരു സ്നേഹം കിട്ടണത് അങ്ങനെയാണ്. ഒരു നേരത്തെയൊക്കെ തല്ലുള്ളി സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ ആ ഒരു ഇതിലായിരുന്നു. കാരണം നമുക്ക് ഇതിന് ഒരു ഇതില്ലാത്ത ഒരു ഇതായിരുന്നല്ലോ. ഇപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഫാമിലി പോകുന്നു. ഇപ്പോൾ ഹാപ്പി ആയിട്ട് പോകുന്നു. അപ്പോൾ ഇനി ചേട്ടന് ഇനിയുള്ള ആഗ്രഹം എന്താ? ആരോഗ്യം നല്ല രീതിയിൽ
ഇതായിട്ട് പോയാൽ മതി, എന്നാലേ നമുക്ക് പണിയെടുക്കാനും പിന്നെ മക്കൾ അത് മതി, അല്ലാണ്ട് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ഇപ്പൊ ചേട്ടൻ ഈ ഇന്റർവ്യൂവിൽ എത്തിയില്ലേ, ഇത് അപ്രതീക്ഷിതമായിരുന്നില്ലേ? ചേട്ടൻ പ്രതീക്ഷിച്ചിരുന്നു എങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ വരും, ഞാൻ ചിലപ്പോൾ കുറച്ചുകൂടി ആൾക്കാരെ അറിയും, നാളെ ഈ ഇന്റർവ്യൂ ഭയങ്കര ഫേമസ് ആയാലോ, ഇപ്പൊ ചേട്ടനെ കുറേ പേര് തിരിച്ചറിഞ്ഞ് തുടങ്ങിയാലോ, ചേട്ടൻ്റെ ലൈഫ് മാറില്ലേ? ലൈഫ് മാറിയാലും ഞാൻ മാറില്ല. അത് മാറില്ല, എന്നാലും നാട്ടുകാരൊക്കെ നല്ല കാര്യം. ചേട്ടന് കുറച്ചുകൂടി ഒരു വില. എനിക്ക് മാത്രമല്ല എൻ്റെ മക്കൾക്കും അതൊരു ഭാര്യക്കാണെങ്കിലും ഒരു നല്ലൊരു ഇത് കിട്ടും, സന്തോഷം. ഇപ്പോൾ ഒരുപാട് അപരന്മാർ ഉള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ നമ്മളെ പോലെ തന്നെ ഒരു 7 പേര് ലോകത്തിലുണ്ടെന്നൊക്കെ നമ്മൾ പറയില്ലേ, അവർക്കൊക്കെ മെയിനായിട്ട് വരുന്നൊരു ഇഷ്യൂ ആണ് ഐഡൻറ്റിറ്റിയുടെ ഒരു പ്രശ്നം. ചേട്ടനൊരു വ്യക്തിത്വമുണ്ട്, പക്ഷെ ചേട്ടനെല്ലാവരും ജഗദീഷ് അല്ലെങ്കിൽ ആ ഒരു വേറൊരാളുടെ പേരിൽ ഇതാകുമ്പോൾ ചേട്ടൻ ആ ഒരു വ്യക്തിത്വം നഷ്ടപ്പെടുന്നൊരു സംഭവം ഉണ്ടല്ലോ, മറ്റൊരാളുടെ ഐഡൻറ്റിറ്റിയിൽ അറിയപ്പെടുമ്പോൾ ചേട്ടൻ അത് ഭയങ്കര ഒരു പ്രശ്നം തോന്നുന്നുണ്ടോ? തോന്നും. കാരണം എന്ന് വെച്ചാൽ പുള്ളിക്ക് ഇതിനേലും നല്ലൊരു കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളായിട്ട് നമ്മളെ പേര് ജഗദീഷാണെന്നും പറഞ്ഞ് ആ ഒരു ഇത് വരരുത്. അല്ല, ചേട്ടൻ അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? എല്ലാവരും ജഗദീഷ് എന്ന് ചേട്ടനെ വിളിക്കണം, ചേട്ടൻ്റെ പേരും ഓക്കെ, പക്ഷെ ആ ഒരു വ്യക്തിയായിട്ട് ചേട്ടനെ കാണുന്നു, പക്ഷെ ചേട്ടൻ വേറൊരു വ്യക്തിയാണ്. അങ്ങനെ ഒന്നും അവർക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സന്തോഷമുള്ളൂ. കാരണം എല്ലാവരും സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. ഇപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ, ഇപ്പോൾ ചേട്ടൻ പറഞ്ഞു അമ്മ നഷ്ടപ്പെട്ടതിന് പിന്നെയാണ് ചേട്ടൻ പാട്ടൊക്കെ അങ്ങനെ പാടാറുള്ളത്. ഇപ്പം അമ്മേനെ അത്രയധികം മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അമ്മ കഴിഞ്ഞിട്ട് ചേട്ടൻ്റെ ലൈഫിൽ കയറി വന്നൊരു വ്യക്തിയാണ് ചേട്ടൻ്റെ ഭാര്യ. അപ്പോൾ ഭാര്യ ചേട്ടൻ്റെ ജീവിതത്തിൽ വന്നേ പിന്നെ ചേട്ടൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നേ? പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടന് പാട്ട് പാടാൻ ഇഷ്ടമാണ്. അപ്പോൾ ചേട്ടൻ്റെ ഈ കലയെ ചേച്ചി എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? കലയെ ഭയങ്കര ഇഷ്ടമാണ്, പാട്ട് പാടാനൊക്കെ ഇഷ്ടമാണ്. ഇങ്ങനെ പറയാറൊന്നുമില്ല, കാരണം വേറെ പോകണമൊന്നുമില്ല, വീട്ടിൽ തന്നെയാണല്ലോ. അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. ജീവിതത്തിൽ എന്തൊക്കെ ചേഞ്ചസാണ് ചേച്ചി വന്നിട്ട്? ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് ഒരു അമ്മ? മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ ജീവിക്കാൻ പഠിച്ച്. കാരണം ജീവിതം ഇങ്ങനെയാണ് ജീവിച്ച് പോകേണ്ടതെന്നുള്ളത് നമുക്കൊന്നും അറിയാൻ പാടില്ലായിരുന്നു. കാരണം ഭാര്യനെ കിട്ടാൻ നേരത്ത് FSL ജോലി ഉണ്ടായിരുന്നില്ല, കൂലിപ്പണിയായിരുന്നു. 1 കൊല്ലം കഴിഞ്ഞ പിന്നെയാണ് FSL അച്ഛൻ്റെ ജോലി കിട്ടിയത്. അന്ന് നിസ്സാര കാശത്, ഇപ്പോൾ വലിയ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ കുറേ മാറ്റങ്ങൾ പിന്നെ ഉള്ളത് കൊണ്ടൊക്കെ ഇത് ചെയ്ത് പോകാനായിട്ട് ഭാര്യക്ക് ഇപ്പോൾ എന്നെ സഹായിക്കാനും സഹായിച്ചിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾക്ക് ഇപ്പോൾ ജോലിക്കാണെങ്കിലും പോയി അങ്ങനെയൊക്കെ നല്ലൊരു സഹായമായിരുന്നു. ഭാര്യയ്ക്ക് വേണ്ടി ഒരു പാട്ട് പാടാൻ പറഞ്ഞു ചേട്ടൻ, ഏത് പാട്ട് പാടും? ചേച്ചിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു, മായ ചേച്ചിക്ക് വേണ്ടിയിട്ട്. വൈശാഖസന്ധി നിൻ ചുണ്ടിലെന്തി അരുമസഹിതൻ അതരകാന്തിയോ ഓമലേ പറയൂ നീ വിണ്ണിൽ നിന്നും പാറി വന്ന ലാവണ്യമി വൈശാഖസന്ധി നിൻ ചുണ്ടിലെന്തി അരുമസഹിതൻ അതരകാന്തിയോ. ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ, കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തു വിടർന്നു. മുഖമാമിൻ മനസ്സിൽ ഗാനമായി നീ ഉണർന്നു, മുഖമാമിൻ മനസ്സിൽ ഗാനമായി നീ വിടർന്നു. പുളകമുകുളമേന്തിടാത വൃന്ദാവനം വൈശാഖസന്ധി നിൻ ചുണ്ടിലെന്തി അരുമസഹിതൻ അതരകാന്തിയോ. അതരകാന്തിയാണോ കിരണകാന്തിയാണോ എന്ന് സംശയം. എന്ത് കാന്തിയാണെങ്കിലും പാട്ട് അടിപൊളിയായിട്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് നമ്മുടെ സ്വന്തം ജഗദീഷ് ചേട്ടനാണ്. ചേട്ടൻ നമ്മുടെ കൂടെ വിളിക്കാനുണ്ടായ മെയിനായിട്ടുള്ള കാരണം ജഗദീഷ് ചേട്ടൻ്റെ മുഖസാദൃശ്യം, അതുപോലെ തന്നെ ആ ഒരു പേരും. അപ്പോൾ ചേട്ടൻ നമ്മുടെ കൂടെ വന്നു, കുറച്ച് നേരം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്തു. അതുപോലെ തന്നെ ചേട്ടൻ്റെ എല്ലാ ആഗ്രഹങ്ങളും, കുറേ ആഗ്രഹം നടക്കുന്നില്ല എന്ന് പറഞ്ഞു,
ചേട്ടൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ, എല്ലാവരും അറിയപ്പെടട്ടെ, നല്ല നിലയിലെത്തട്ടെ എന്ന് എല്ലാവരും ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.